എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ട് ഒരു വെറൈറ്റി സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇനി ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ പലഹാരത്തിലോട്ട് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് നമ്മളൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്തിട്ട് കൊടുത്തൊന്ന് വറക്കണം. ഈ തേങ്ങാക്കൊത്തിൻ്റെ കളറ് നല്ലതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് 1 ടീസ്പൂൺ എള്ളിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. എള്ളും തേങ്ങാക്കൊത്തും ഒക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മളിവിടെ 2 ചെറിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴമാണിത്. തൊലിയൊക്കെ ഒന്ന് കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഞാൻ ദാ ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് ഉടച്ചെടുക്കുന്നത്. മിക്സിയിലിട്ട് അരയ്ക്കരുത് കേട്ടോ. അരച്ചെടുക്കുകയാണെങ്കിൽ ഒത്തിരി അങ്ങ് ലൂസായിപ്പോവും. ഇതുപോലെ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ അതുമല്ലെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിൽ ഇത് ഉടച്ചെടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് അടിക്കരുത്. ഏത്തപ്പഴം നമ്മൾ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുത്തു. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. നമുക്കിത് ഇതുപോലെ ഒരു ബൗളിലോട്ട് ഇത് മാറ്റാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ വലിയ സ്പൂണിന് 4 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ആദ്യം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ അരിപ്പൊടി ചേർക്കാം. ഗോതമ്പ് പൊടി അളന്നെടുത്ത അതേ സ്പൂണിന് 2 സ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. കൂടാതെ 2 നുള്ളു ഉപ്പുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 2 സ്പൂൺ നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് 2 സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കാം. മാവിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ നമ്മുടെ ഈ പലഹാരം പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതാ ഇത്രയും കട്ടിക്കുള്ളൊരു മാവ് വേണം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മൾ ഗോതമ്പ് പൊടി അരിപ്പൊടിയൊക്കെ അളന്നെടുത്ത അതേ സ്പൂണിൽ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് അഴുക്കില്ലാത്ത ശർക്കര പൊടിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു 5 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകി എടുത്ത് അതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് മിക്സഡ് ജാറിലോട്ടിട്ട് നല്ലതായിട്ട് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താണിത് കേട്ടോ. തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 3/4 ഭാഗത്തോളം തേങ്ങാപ്പാൽ നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും എള്ളും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഈ മാവ് ഉണ്ടല്ലോ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. മാവ് ഒത്തിരി അങ്ങ് ലൂസായി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചു കൊടുത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുക്കുന്നത്. ഉണ്ണിയപ്പച്ചട്ടിക്ക് പകരം ഉണ്ടല്ലോ ചീനിച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ബോണ്ട മാതിരി ഇത് വറുത്തെടുക്കാം കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടിയിലാവുമ്പോൾ നല്ലൊരു ഷേപ്പിലും കിട്ടും. അതുപോലെ എണ്ണ അധികം ആകത്തുമില്ല. നമ്മളിപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട്
ഓരോ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മറു സൈഡ് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ചുട്ടെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ നമ്മളിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. നമ്മളിതിലോട്ട് വേറെ സോഡാപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അത് നോക്കി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.